എറണാകുളം കോതമംഗലത്തെ ആലുവ മൂന്നാർ രാജപാത തുറന്നു നൽകണമെന്ന ആവശ്യം ശക്തമാകുന്നു. പാത അടച്ചുകെട്ടി ജനങ്ങളുടെ സഞ്ചാര സ്വാതന്ത്ര്യം വനം വകുപ്പ് തടയുകയാണെന്ന ആരോപണവുമായി ആക്ഷൻ കൗൺസിൽ രംഗത്തെത്തി. ഇടുക്കി, എറണാകുളം ജില്ലകളുടെ വികസനത്തിന് കുതിപ്പേകുന്നതാണ് പാതയെന്നും ആക്ഷൻ കൗൺസിൽ. ഇത് ഓൾഡ് ആലുവ മൂന്നാർ രാജപാതയാണ്. AD 1878 തിരുവാങ്കൂർ രാജാവിൻ്റെ പ്രത്യേക ഉത്തരവോടുകൂടിയാണ് ഈ രാജപാത നിർമ്മിച്ചിട്ടുള്ളത്. ഈ റോഡിനെ സംബന്ധിക്കുന്ന 98% രേഖകളും എടുത്ത് നമ്മൾ ഹൈക്കോടതിയിൽ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇത് കൂടാണ്ട് 1878 മുതൽ 2009 വരെ തിരുവാങ്കൂർ സ്റ്റേറ്റ് PWയുടെ അണ്ടറിലായിട്ടാണ് ഈ റോഡ് കിടന്നിരുന്നത്. അതിനുശേഷം 2009 ഈ റോഡ് കേരള സ്റ്റേറ്റ് PWD പുനർവിജ്ഞാപനം ചെയ്യുകയും അത് മേജർ ഡിസ്ട്രിക്ട് റോഡുകളുടെ ഗണത്തിൽപ്പെടുത്തിക്കൊണ്ട് കോതമംഗലം പെരുമങ്കുത്ത് റോഡ് ആയിട്ടത് ഉത്തരവായിട്ടുള്ളതാണ്. പക്ഷേ എന്നിരുന്നാൽ തന്നെയും ഫോറസ്റ്റുകാർ ഇവിടെ മുതൽ ഇതിന് ഉള്ളിലേക്ക് കടന്നു പോകുന്ന റൂട്ടിൽ പൊതുജനങ്ങളെ പ്രവേശിക്കുകയോ മറ്റ് പ്രവേശനങ്ങൾ അനുവദിക്കുകയോ ചെയ്യുന്നില്ല. ഗവൺമെൻറ് ഇതിനകത്ത് വനംവകുപ്പിൻ്റെ ചില തെറ്റായ നയങ്ങൾ മൂലം ഈ ഒരുപാട് വികസന സാധ്യതയുള്ള ഈ പ്രദേശത്ത് വികസനങ്ങൾ എത്താതെ നിൽക്കുകയാണ്. അത് വനംവകുപ്പിൻ്റെ സ്റ്റേറ്റ് തലത്തിൽ ഉള്ള നയങ്ങൾ മാറണം എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. കുട്ടമ്പുഴയുടെ സമഗ്ര വികസനത്തിന് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ് തുറക്കേണ്ടത് ആവശ്യമാണ്. വിനോദസഞ്ചാരികളെ ഒത്തിരി ആകർഷിക്കാൻ പറ്റുന്ന പീണ്ടിമേട് കുത്ത് വെള്ളച്ചാട്ടമൊക്കെ ഈ റോഡിലൂടെ കടന്നു പോകുമ്പോൾ ഇത് കാണാൻ കഴിയും. മൂന്നാറിനൊരു സമാന്തര പാത കൂടിയാണ് ഈ ഓൾഡ് ആലുവ മൂന്നാർ റോഡ്. അപ്പോൾ മൂന്നാറിലേക്ക് പോകുന്ന വഴിക്ക് അടിമാലി ഭാഗത്ത് എവിടെയെങ്കിലും കേടുപാടുകൾ സംഭവിച്ചാൽ അത് പകരം ഉപയോഗിക്കാനും പറ്റുന്ന റോഡാണ്. മീഡിയ 1 കൊച്ചി.